ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജീവിത വിജയം സർവപ്രധാനം എന്ന ധ്യാനചിന്ത നമ്മൾ തുടരുന്നു. നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. നിന്റെ ജീവിതം ഭൂലോക പരാജയമെന്ന് നിനക്ക് തോന്നുന്നെങ്കിൽ പോലും പരിഹാരമുണ്ട്. അതാണ് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം. ഞാൻ ഓർക്കുന്നൊരു ചെറുപ്പക്കാരൻ നിരാശ അണപൊട്ടി ഒഴുകി അവൻ സംസാരിച്ചു കൊണ്ടിരുന്ന ഒരു രംഗം. അവൻ പറഞ്ഞത്, ഞാൻ എന്തിനു ജനിച്ചു? കാരണം ഞാൻ ഭൂലോക പരാജയം. അവന് ആഗ്രഹിച്ചതുപോലെ പഠന മേഖലയിൽ മുമ്പോട്ട് പോകാൻ പറ്റാതെ വന്നപ്പോൾ അവൻ വിചാരിച്ചു വിദേശത്ത് പോകാം. അങ്ങനെയെങ്കിൽ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്ത് കുടുംബത്തിനും ഒരു സപ്പോർട്ടാകും, അങ്ങനെ ജീവിതത്തിൽ വിജയിക്കാം. ഇല്ലാത്ത കാശുണ്ടാക്കി ലോണൊക്കെ എടുത്ത് അവന് വിദേശത്ത് പോകുന്ന കാര്യത്തിന് കുറേ പണം ഡിപ്പോസിറ്റ് ചെയ്തു. ഇത് കഴിഞ്ഞ് പോകേണ്ട ആ സമയം വന്നപ്പോൾ അവനെന്തോ ഒരു രോഗാവസ്ഥ വന്നിട്ട് അത് പിന്നെ ആ സമയത്ത് പോകാൻ പറ്റിയില്ല. അവൻ പറഞ്ഞത്, അവസാനം എനിക്ക് വിദേശത്ത് പോക്കും പറ്റിയില്ല, കൊടുത്ത പണവും പോയി, അങ്ങനെ എങ്ങനെ മുമ്പോട്ട് പോകും എന്നുള്ള ആ ഒരു അവസ്ഥയിലാണ് ഞാൻ ഇന്ന്. എന്തിന് ഞാൻ ജനിച്ചു എന്നുള്ള ആ ഒരു ചോദ്യമാണ് ആ ചെറുപ്പക്കാരൻ മുമ്പോട്ട് വെച്ചത്. ഞാൻ അവനോട് പറഞ്ഞത്, മോനെ, ഈ അവസ്ഥയിൽ നിന്നും ദൈവത്തിന് നമ്മെ വീണ്ടെടുക്കാൻ പറ്റും. അത് വചനത്തിൽ ദൈവം നൽകിയിരിക്കുന്ന വലിയ ഒരു സന്ദേശമാണ്. പറയുന്നുണ്ട്, ഏതെല്ലാം വിധത്തിലുള്ള പരാജയങ്ങൾ നമ്മൾ രുചിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ രുചിച്ചുകൊണ്ടിരിക്കുന്നവരാണെങ്കിലും ഒരു കാര്യം ഹൃദയത്തിൽ നമുക്ക് ഉറപ്പിക്കാം, ദൈവത്തിന് നമ്മെ വീണ്ടെടുക്കാൻ പറ്റും, ദൈവത്തിന് നമ്മെ സമ്പന്നരാക്കാൻ പറ്റും. പ്രഭാഷകൻ 11:21 വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദരിദ്രനെ സമ്പന്നനാക്കാൻ ദൈവത്തിന് ഒരു നിമിഷം മതി. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കാം. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഏതവസ്ഥയിൽ നിന്നും ഉയരാൻ ജീവിത വിജയം വരിക്കാനുള്ള ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും ഉപേക്ഷിക്കില്ല. യേശു പറഞ്ഞ ഒരു കാര്യമാണ്, അവൻ്റെ അടുക്കൽ വരുന്നത് ആരാണേലും, എത്ര തകർച്ചയുള്ള വ്യക്തിയാണേലും, ഏത് ജാതിയിലോ മതത്തിലോ പെട്ട വ്യക്തിയാണെങ്കിലും കർത്താവ് പറയാണ്, ഞാൻ അവരെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല. ഫിലിപ്പിയർ 4-ാം അധ്യായം 19-ാമത്തെ വചനം കൂടി എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് എന്നെയും സമ്പന്നനാക്കും. നമ്മുടെ ആരെ വേണേലും സമ്പന്നരാക്കാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം എന്നുള്ളത് നാം തിരിച്ചറിയണം. അത് ആത്മീയ തലത്തിൽ മാത്രമല്ല, ഭൗതിക തലത്തിലും. അതുകൊണ്ട് ഈ ഒരു ബോധ്യമുള്ളവർ ഇന്നത്തെ പരാജയം ജീവിത പരാജയത്തിന് കാരണമാക്കാതെ ദൈവത്തിങ്കിലേക്ക് അവർ തിരിയും. ദൈവത്തിൻ്റെ സഹായം തേടി ദൈവത്തിലൂടെ അവരുടെ ജീവിതം വിജയിപ്പിക്കാനുള്ള ഒരു പരിശ്രമം. അതാണ് നമ്മുടെ ജീവിതം പുനരാരംഭിക്കുക എന്ന് പറഞ്ഞാൽ. രണ്ടാമതായിട്ട്, ഈ ജീവിത വിജയത്തിന് വളരെ ആവശ്യമായ ഒരു കാര്യമാണ് പാപം വെടിയാൻ തയ്യാറാവുക. ഒരുപക്ഷെ നമ്മുടെ പരാജയ കാരണം പാപമായിരിക്കാം. ഇനി ആ പാപം ഉപേക്ഷിക്കാതെ പാപത്തിൽ നമ്മൾ തുടരുമ്പോൾ നമുക്ക് വിജയസാധ്യത കുറയും. ഏതാനും വചനങ്ങൾ ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യൂദിത്ത് 11:10 വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തിനെതിരെ പാപം ചെയ്യാത്തിടത്തോളം കാലം ആർക്കും ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റില്ല. ഹോളോഫർണസിന് യൂദിത്ത് രാജ്ഞി കൊടുത്ത ഒരു സന്ദേശമാണ്, രാജാവെ, നിങ്ങളല്ല, നിങ്ങളെക്കാൾ ശക്തരായവർ നോക്കിയാലും ഞങ്ങൾ ദൈവത്തോട് ചേർന്ന് നിൽക്കുമ്പോൾ നിങ്ങൾക്കാർക്കും ഞങ്ങളെ പരാജയപ്പെടുത്താൻ പറ്റില്ല. ഞങ്ങൾ പാപം ചെയ്ത് ദൈവം ഞങ്ങളിൽ നിന്ന് അകന്നു പോകുമ്പോൾ, ഞങ്ങൾ ദൈവത്തിൽ നിന്ന് വിട്ടുനിൽക്കുമ്പോൾ മാത്രമേ ശത്രുക്കൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റൂ. ജെറമ്യായുടെ പുസ്തകം 3-ാം അധ്യായം 12-22 വചനങ്ങൾ നമുക്ക് തരുന്ന വലിയൊരു സന്ദേശമുണ്ട്. നീ അവിശ്വസ്തത കാണിച്ചെങ്കിലും അതിൻ്റെ പേരിൽ നീ പരാജയപ്പെട്ടെങ്കിലും എൻ്റെ പക്കലേക്ക് തിരിച്ചു വരിക. ഞാൻ നിത്യമായി നിന്നോട് കോപിക്കില്ല, നിൻ്റെ ഐശ്വര്യം ഞാൻ പുനർസ്ഥാപിക്കും. പറയുണ്ട്, പാപം വെടിഞ്ഞ് ദൈവത്തിങ്കിലേക്ക് തിരിയുമ്പോൾ ഇപ്പോൾ പരാജയം നേരിടുന്ന നമ്മെ ജീവിത വിജയത്തിലേക്ക് ദൈവത്തിന് നയിക്കാൻ പറ്റും. ലൂക്ക 15:11 മുതൽ വായിക്കുമ്പോൾ ധൂർത്തപുത്രനുമായി ബന്ധപ്പെട്ട കാര്യം അവിടെ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാം നഷ്ടപ്പെട്ട അവസ്ഥയിലെത്തിയ അവനെ അവൻ്റെ പിതാവ് വീണ്ടെടുത്ത് നഷ്ടമായതെല്ലാം തിരികെ കൊടുക്കുന്നത് അവിടെ നമ്മൾ കാണുന്നുണ്ട്. ഈ ഒരു കാര്യം ദൈവത്തിന് നമ്മളോട് ചെയ്യാൻ പറ്റും. ഇന്ന് നമ്മൾ പാപ്പരാണെങ്കിലും ദൈവത്തിന് നമ്മെ സമ്പന്നരാക്കാൻ പറ്റും എന്നുള്ള ആ ഒരു ബോധ്യത്തോടെ ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയണം. യെശയ്യാ 1-ാം അധ്യായം 18 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും ഞാൻ അവ മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കി മാറ്റാം.
മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, നീ ഇന്ന് പാപ്പരാണെങ്കിലും ദൈവത്തിന് നിന്നെ സമ്പന്നനാക്കാൻ പറ്റും. നീ ഇന്ന് വട്ടപൂജ്യമാണെങ്കിലും ഒരു ബിഗ് ഹീറോ ആണെങ്കിലും ദൈവത്തിന് നിന്നെ ഹീറോ ആക്കാൻ പറ്റും. ഇതൊന്ന് തിരിച്ചറിയാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ നേട്ടമായിരിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കണം. മൂന്നാമതൊരു കാര്യം കൂടി, നന്മ ചെയ്യാൻ മടി കാണിക്കാത്തവർക്കാണ് ജീവിത വിജയം വരിക്കാൻ സാധിക്കുക. ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും എല്ലാമുള്ള നിറവുള്ള തികവുള്ള ഒരവസ്ഥയിലേക്ക് നമ്മുടെ ജീവിതത്തെ ഉയർത്താൻ പറ്റും. തോബിത്ത് 4-ാം അധ്യായം 21-ാമത്തെ വചനം അതിന് സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അവിടെ ഒരപ്പൻ മകന് കൊടുക്കുന്ന ഒരു ഉപദേശം കാണാൻ പറ്റും. മകനെ, നമ്മൾ ദരിദ്രരായതിൽ ആകുലപ്പെടേണ്ട കാര്യമില്ല. എന്നിട്ട് 3 കാര്യങ്ങൾ അവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. ദൈവത്തോട് ഭക്തിയുള്ളവരായി തുടരുക, പാപങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുക, 3-ാമത്തെ കാര്യം ദൈവത്തിന് പ്രീതികരമായവ ചെയ്യുക. ദൈവം നമ്മെ വീണ്ടും സമ്പന്നരാക്കും. അവിടെ പ്രിയപ്പെട്ടവരെ, ഇവിടെ പരാജയങ്ങളെല്ലാം ദൈവ സന്നിധിയിൽ കൊണ്ടുവന്ന് ആ പരാജയ കാരണം നമ്മുടെ തന്നെ പാപമാണെന്ന് അംഗീകരിച്ച് അനുദപിച്ച് ദൈവത്തിൻ്റെ സഹായം തേടി നമ്മുടെ ജീവിതം വീണ്ടെടുക്കുവാനുള്ള ഒരു പരിശ്രമവും പ്രാർത്ഥനയും നമുക്ക് നടത്താം. നമ്മളൊരു കോമൺ നിയോഗമായിട്ട് വയ്ക്കുന്നത്, ദാരിദ്ര്യ ദുഃഖം അനുഭവിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവർക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രതിഷ്ഠാ ജപത്തിൽ നമുക്ക് പങ്കുചേരാം. മനുഷ്യൻ്റെ വിജയം ദൈവത്തിൻ്റെ കരങ്ങളിലാണെന്ന് അരുൾ ചെയ്ത ദൈവമേ, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞങ്ങളുടെ അധ്വാനം ഫലമണിയേണ്ടതിന് അവിടുത്തെ ആശീർവാദം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളും ദൈവവിചാരത്തോടെ ആയിരിക്കാനും ഞങ്ങളുടെ എല്ലാ സംരംഭങ്ങളും വിജയം കാണാനും അങ്ങയുടെ സഹായവും സംരക്ഷണവും ഞങ്ങൾക്ക് നൽകണമേ. പരാജയത്തിന് വഴി തുറക്കുന്ന അഹങ്കാരവും മറ്റു പാപപ്രവൃത്തികളും വെടിഞ്ഞ് ദൈവാശ്രയത്വത്തിലും പരസ്നേഹ പ്രവൃത്തികളിലും വേരുപാകി അടിയുറയ്ക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. മറ്റെന്തിനേക്കാൾ ഉപരിയായി ജീവിത വിജയം ലക്ഷ്യമാക്കാനും അങ്ങയുടെ സഹായത്താൽ അത് കൈവരിക്കാനും ഞങ്ങൾക്ക് കഴിയട്ടെ. ആമേൻ. ഇതിൻ്റെ എല്ലാ ആവശ്യങ്ങളും ഇന്നത്തെ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കുവാനും നമുക്ക് ഒരുങ്ങാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഇന്നേ ദിനം അങ്ങയുടെ പക്കലേക്ക് ഞങ്ങൾ ഉയർത്തുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും അവിടുന്ന് കൈക്കൊള്ളണമേ. ഈശോയെ, അവിടുത്തെ അനുഗ്രഹത്താൽ ഞങ്ങളുടെ ജീവിതം വിജയം കാണുവാൻ അങ്ങ് ഇടവരുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.